തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പിണറായി വിജയൻ വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ജനങ്ങളുമായി സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. പിണറായി വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ശുചീകരണ തൊഴിലാളികൾ മുതൽ വിദ്യാർത്ഥികൾ വരെയുള്ളവരുമായി സംസാരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ജനകീയ സംവാദം. പിണറായിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മറുപടി നൽകാനായി കോൺഗ്രസ് ഒരുക്കിയ ജനകീയ സംവാദം അക്ഷരാർത്ഥത്തിൽ ജനസമ്പർക്കമായി തന്നെ മാറി. പരാതികളുമായി നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ശുചീകരണ തൊഴിലാളികളും എത്തിയപ്പോൾ തെരഞ്ഞെടുപ്പായതിനാൽ പ്രഖ്യാപനം നടത്താനാകാതെ മുഖ്യമന്ത്രിയുടെ പെടാപ്പാട്. വേണ്ടത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള യാതൊരു സൗകര്യവും കോഴിക്കോട് സിറ്റിന്റെ അകത്തില്ല. അപ്പൊ അതിനൊരു സംവിധാനം കൂടി സാറിന്റെ അനുഭവത്തോട് വരണം. പിന്നെ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു. എല്ലാം തിരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിച്ച് നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പും നൽകി. കോഴിക്കോടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഇതിനിടെ ജോലി ചോദിച്ചെത്തിയ വികലാംഗ പെൺകുട്ടിക്ക് ജോലി നൽകാൻ കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്കിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തി. അപ്പൊ ഇതാ ഈ കുട്ടിക്ക് നമ്മുടെ വിജയകൃഷ്ണ അദ്ദേഹത്തിന്റെ ബാങ്ക് ജോലി കൊടുക്കാൻ സമ്മതിച്ചിരിക്കുകയാണ്. സാധാരണക്കാർക്ക് പുറമെ MGS നാരായണൻ അടക്കമുള്ള സാംസ്കാരിക പ്രവർത്തകരും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളും ഉന്നയിച്ച പ്രശ്നങ്ങളും പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. റിപ്പോർട്ടർ, കോഴിക്കോട്.